ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പത്മനാഭൻ്റെ അടുക്ക് തൊഴാൻ പോവാണ്. ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. രാത്രിയായിരുന്നു ഞങ്ങൾ ട്രെയിൻ കയറിയത്. അതുകൊണ്ട് വെളുപ്പിനെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു ഞങ്ങൾ. എന്നിട്ട് ഫ്രഷായി കുറച്ച് നേരം എല്ലാവരും റെസ്റ്റ് എടുത്തിട്ട് റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ്. ആദ്യം പോയത് ഞങ്ങൾ ഗണപതി അമ്പലത്തിലേക്കാണ്. പിന്നെ ഞങ്ങൾ പത്മനാഭൻ്റെ അടുക്ക് ചെന്നു. ഫോണൊന്നും അകത്തോട്ട് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഫോണും അച്ഛൻ്റെ ഷർട്ടും ഒക്കെ ലോക്ക് റൂമിൽ വെച്ച് ഞങ്ങൾ അകത്ത് കയറി തൊഴുതിറങ്ങി. ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി ഫോൺ പോയി എടുത്തു. അമ്പലത്തിൻ്റെ വാതിക്കൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അവിടെ അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ നീലുവിനെ ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും നമുക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കരയുവാണ് ഉള്ളത്. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കടകളിലൊക്കെ കയറി. നീലുവിന് കളിപ്പാട്ടം വേണമെന്ന് വഴക്കുണ്ടാക്കുമായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വെച്ച് അവിടെ അമ്പലത്തിൻ്റെ കുളത്തിൽ നിറയെ മീനുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളെന്തെങ്കിലും ആഹാരം കൊടുക്കുകയെന്ന് എല്ലാവരും കരയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ നീലക്കുഞ്ഞ് കുറേ കൺഫ്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു പാവ കുഞ്ഞിനെ മേടിച്ച് കൈ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അടുത്തത് ഞങ്ങൾ സൂയിലേക്ക് പോവാണ്. നീലുവിന് ആനിമൽസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ സൂയിലേക്ക് പോവാണ്. അങ്ങനെ കുറേ ട്രാഫിക് കഴിഞ്ഞ് ഞങ്ങൾ സൂയിലെത്തി. ജന്തു സസ്യലോകത്തിന്റെ സിനിമ കണ്ടിട്ടുണ്ട്. അകത്ത അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാമെന്ന് വെച്ചപ്പോൾ അവൾ അവിടെ എവിടെയോ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടി കണ്ടായിരുന്നു. അടുത്ത വഴക്കുള്ള ഐസ്ക്രീം തിന്നാനായിട്ടാണ്. ഒരുവിധം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവളെ അകത്ത് കയറ്റി. ആനിമൽസിനെല്ലാം കണ്ടപ്പോഴത്തേക്കിനും അവൾ അത് മറന്നുപോയി. ഓരോന്ന് കാണുമ്പോഴും അവൾക്ക് നല്ല ഡൗട്ടുണ്ട്. അതുകൊണ്ട് അവൾ അമ്മേ ഇതെന്താ ഇന്ന് എല്ലായിടത്തും ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്നോട്. അതുപോലെ തന്നെ അവൾ നല്ല ഹാപ്പിയാണ് ഇതെല്ലാം കണ്ടിട്ട്. തോടല്ലേ
നീലമ്മ ഈ കൂട്ടിലൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പണിയും കൂടെ നടക്കുവാണ്. അവിടെ ഇവിടെ ഇടയ്ക്കൊക്കെ പണി നടക്കുവാണ്. ആദ്യം ഞാൻ വന്നപ്പോൾ ഇതിലും ഒന്നും ഇല്ലെന്നാണ് കരുതിയത്. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നിറയെ ആൾക്കാരുണ്ടെന്ന്. നമ്മളെ കാണുമ്പോൾ വീഡിയോ കോൾ ചെയ്യേ അത് ഒരുപാട് കല്ല് വന്നത് കഴുതപ്പുലി ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇതിനകത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് ഉണ്ട്.
ഐസ് എല്ലാം ഇങ്ങനെ എടുത്ത് അപ്പം മുതൽ ചാവും. അല്ലെങ്കിൽ വർഷം വരെ മുതൽ ഇങ്ങനെ തന്നെ ഐസ് കിടക്കും. ഇതിനകത്ത് മാത്രം ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ അകത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് അലൗഡ് അല്ലാത്തതെന്ന് എനിക്കറിയത്തില്ല. ബാക്കി എല്ലായിടത്തെയും വീഡിയോ നമുക്ക് എടുക്കാം. അങ്ങനെ ഞങ്ങൾ സൂ ഒക്കെ ചുറ്റിക്കറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു കട കണ്ടായിരുന്നു, പേസ്ട്രി കട. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേസ്ട്രി മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ റൂം വെക്കറ്റ് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ.